മനുഷ്യത്വം മരവിച്ചു പോകുന്ന കൊടും ക്രൂരതയുടെ വിളനിലമാവുകയാണ് ക്യാമ്പസുകൾ. ഒന്നും രണ്ടുമല്ല, എണ്ണിയാൽ ഒതുങ്ങാത്ത ക്രൂരതകൾക്കാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ ക്യാമ്പസുകൾ സാക്ഷിയായത്. സൗഹൃദവും പ്രണയവും ഒക്കെയായി ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഏടായിരുന്ന കലാലയങ്ങൾ, കലാലയ രാഷ്ട്രീയവും അന്തമില്ലാത്ത ക്രൂരതകളും കൊണ്ട് തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റാഗിങ്ങിന്റെ ഞെട്ടലു മാറും മുൻപേ ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെതിരെ കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിന്റെ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. ബിൻസിനെ മുറിയിൽ പൂട്ടിയിടുകയും വെള്ളം പോലും ചോദിച്ചിട്ട് കുടിക്കാൻ കൊടുക്കാതിരിക്കുകയും ചെയ്ത കുട്ടികൾ അവന്റെ ടീഷർട്ട് വലിച്ചുകീറി ഭയപ്പാട് സൃഷ്ടിക്കുകയും തല്ലുകയും ചെയ്തു എന്നാണ് കേസ്. എന്നാൽ റാഗിങ്ങിന് പിന്നിൽ SFIക്കാരായ വിദ്യാർത്ഥികളാണെന്നും കോളേജിൽ ഒരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ എന്നും വേറെ പാർട്ടികളില്ല എന്നിരിക്കെ യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോയി മകനെ മർദ്ദിക്കണമെങ്കിൽ അത് SFIക്കാർ തന്നെ ആയിരിക്കുമല്ലോ എന്നും അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിൻസിന് 10ാം ക്ലാസ്സിൽ 9A+ഉം ഒരു Aയും ഉണ്ടായിരുന്നു. +2വിലും നല്ല മാർക്കോടെയാണ് വിജയിച്ചത്. എഞ്ചിനീയറിംഗിന് പോകണമെന്നായിരുന്നു താല്പര്യമെങ്കിലും മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല. അല്ലാതെ പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ബയോടെക്നോളജിക്ക് ചേർന്നത്. അടുത്ത വർഷം എൻട്രൻസ് എഴുതി മെറിറ്റിൽ ആഗ്രഹിച്ച കോഴ്സിന് ചേരാനുള്ള പഠനവും കോളേജ് പഠനത്തിനോടൊപ്പം ബിൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കഴക്കൂട്ടം പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ബിൻസും കൂട്ടുകാരും ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യാനായി ഗ്രൗണ്ടിലേക്ക് പോവുകയും ഈ സമയത്ത് സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ അടുത്തേക്കെത്തി ഗ്രൗണ്ടിൽ നിന്ന് കയറിപ്പോകാൻ പറയുകയും ചെയ്തു. അധ്യാപകൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞെങ്കിലും അവർ കേൾക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ബിൻസിനെയും കൂട്ടരെയും പിടിച്ചു തള്ളുകയായിരുന്നു. ബിൻസിന്റെ കൂട്ടുകാരനായ അഭിഷേകിനാണ് ആദ്യം അടികിട്ടിയത്. അഭിഷേകിന്റെ നട്ടെല്ലിനായിരുന്നു മർദ്ദനമേറ്റത്. അവൻ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടു. എന്നാൽ ബിൻസിനെ വട്ടമിട്ട് പിടിച്ച് നേരെ അവരുടെ ഇടിമുറിയിലേക്കാണ് കൊണ്ടുപോയത്. ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് സ്റ്റമ്പും ഉപയോഗിച്ച് മർദ്ദിച്ചു. ബിൻസിന് തലയിലും നെഞ്ചിലും മുതുകിലുമെല്ലാം മർദ്ദനമേറ്റിട്ടുണ്ട്. അവൻ ധരിച്ചിരുന്ന ടീഷർട്ട് വലിച്ചു കീറി മർദ്ദിച്ച് അവശനാക്കി 1 മണിക്കൂറോളമാണ് ഷർട്ടില്ലാതെ ഇടിമുറിയിൽ നിർത്തിയത്. ടീഷർട്ട് വലിച്ചു കീറിയപ്പോൾ അത് കഴുത്തിൽ കുരുങ്ങി വെപ്രാളം വന്ന് ബിൻസ് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ സീനിയർ വിദ്യാർത്ഥികളിൽ ഒരാൾ കുപ്പിവെള്ളം എടുത്ത് അതിനുള്ളിൽ തുപ്പിയ ശേഷം നിർബന്ധിച്ച് കുടിപ്പിച്ചു എന്നും പരാതിയിലുണ്ട്. പിന്നെയും വളഞ്ഞിട്ട് മർദ്ദിച്ചു. വീട്ടിൽ പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രിൻസിപ്പലിനോടും പറയരുതെന്ന് വിലക്കുകയും ചെയ്തു. അതിനുശേഷം ഫോൺ പിടിച്ചു വാങ്ങി വയ്ക്കുകയും മുട്ടുകുത്തി 15 മിനിറ്റോളം ഇടിമുറിയിൽ നിർത്തുകയും ചെയ്തു. തുടർന്ന് അവശത ശ്രദ്ധിച്ച വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഡോക്ടറോട് ബിൻസ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ബിൻസിന് തുടർ കൗൺസിലിംഗിന്റെ ആവശ്യമുള്ളതായി ഡോക്ടർ അറിയിച്ചു. തലയ്ക്കും പല്ലിനും ശരീരത്തിന്റെ ഒരു ഭാഗമാകെയും വേദന തുടരുന്ന ബിൻസിന് ഇനിയും തുടർ ചികിത്സയും ആവശ്യമാണ്. കുട്ടികളെ ഭയന്നിട്ട് കലാലയങ്ങളിലേക്ക് വിടാൻ പോലും മടിക്കുന്ന തരത്തിൽ കലാലയങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുമ്പോൾ ഉന്നതരും മക്കളും തെരുവിൽ നിങ്ങൾക്കൊപ്പം യുദ്ധം ചെയ്യുകയല്ല എന്നും അവർ കൊട്ടാരങ്ങളിൽ ജീവിക്കുകയാണെന്നും നഷ്ടം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ കത്തിയെടുക്കുന്നവർക്കും ഇരയാകുന്നവർക്കും വീട്ടുകാർക്കും മാത്രമാണെന്നും ഓർത്താൽ നന്ന്.